പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാതെ സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ആനുകൂല്യങ്ങൾ മുടങ്ങി വർഷങ്ങൾ പിന്നിടുമ്പോഴും സർക്കാർ ഇടപെടുന്നില്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി. സാമ്പത്തിക പ്രതിസന്ധിയെന്നാണ് അധികൃതരുടെ വിശദീകരണം. കുടിശ്ശികയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ഉടൻ നടപടിയില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് പോകുമെന്നും ഓൾ കേരള ആർട്ടിസൻസ് ആൻഡ് പെയിന്റേഴ്സ് അസോസിയേഷൻ ജില്ലാ നേതൃത്വം അറിയിച്ചു. പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുകയാണ് സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ. ആനുകൂല്യങ്ങൾ മുടങ്ങി വർഷങ്ങൾ പിന്നിടുമ്പോഴും സർക്കാർ ഇടപെടുന്നില്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി. സാമ്പത്തിക പ്രതിസന്ധിയെന്നാണ് അധികൃതരുടെ വിശദീകരണം. ക്ഷേമനിധി ബോർഡിന്റെ കീഴിലുള്ള സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് ആനുകൂല്യങ്ങൾ ലഭിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ മാത്രം 90,000 തൊഴിലാളികളുണ്ട്. 1,600 രൂപ വീതമുള്ള പെൻഷൻ ഒരു വർഷമായി ലഭിക്കുന്നില്ല. ക്രിസ്മസിന് മുമ്പ് തന്നെ കുടിശ്ശികയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുവാനുള്ള നടപടികൾ അധികൃതർ കൈക്കൊള്ളണമെന്ന് ഓൾ കേരള ആർട്ടിസൻസ് ആൻഡ് പെയിന്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കോയാമ്പാട്ട് ആവശ്യപ്പെട്ടു. വിവാഹ ധനസഹായത്തിനു വേണ്ടിയും പ്രസവ ധനസഹായത്തിനു വേണ്ടിയും വിദ്യാഭ്യാസ ധനസഹായത്തിനു വേണ്ടിയും ഒക്കെ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന നിരവധിയായ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. അടിയന്തരമായി ഈ ഇതുമായി ബന്ധപ്പെട്ട ബോർഡ് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ കഴിയുന്ന നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെ വരുന്ന ഡിസംബറിന് മുൻപ് ക്രിസ്മസിന് മുൻപായി തന്നെ ഈ കുടിശ്ശികയുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തു തീർക്കാൻ കഴിയുന്ന നടപടിയിലേക്ക് ബോർഡ് പോകണം. അതിനുവേണ്ട നിർദ്ദേശം ഗവൺമെൻറ് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് പോകാനാണ് ഞങ്ങളുടെ യൂണിയൻ തീരുമാനിച്ചിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ സഹായവും വിവാഹ മരണാനന്തര സഹായവും മുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇടയ്ക്ക് ലഭിക്കുന്ന ചികിത്സാ സഹായമാണ് ഏക ആശ്രയം. പ്രതിമാസം 50 രൂപ വീതം അംശാദായം അടയ്ക്കുന്നവർക്കാണ് ദുരവസ്ഥ. പെൻഷന് വേണ്ടിയിട്ടാണ് ഞാൻ ക്ഷേമനിധി ചേർന്നത്. ക്ഷേമനിധി കൂടിയിട്ട് 15 കൊല്ലം കഴിഞ്ഞു. പെൻഷൻ ഇതുവരെ വന്നിട്ടില്ല. ഇടയ്ക്കാലത്തെ ആദ്യകാലത്തെ കണ്ട് ശാലം വന്നു. ഇപ്പം അടച്ച മുതലും ഇല്ല, പെൻഷനും ഇല്ല. ഞാൻ അടിമാലി മന്നാങ്കാലിൽ ആണ് താമസിക്കുന്നത്. 17 വയസ്സ് കഴിഞ്ഞതാണ്. എനിക്ക് 2 പിള്ളേരുണ്ടായിരുന്നു, മരിച്ചുപോയി. വേറെ ആരുടെയും സംരക്ഷണം ഇല്ല ജീവിക്കാൻ. ഈ പൈസ പ്രതീക്ഷിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് എനിക്ക് അടച്ച മുതലും എനിക്ക് അർഹതപ്പെട്ട പെൻഷനും കിട്ടണം. ഇടുക്കിയിൽ ശരാശരി 2 കോടി രൂപയാണ് പ്രതിമാസ പെൻഷൻ നൽകാൻ വേണ്ടത്. തൊഴിലാളികളിൽ നിന്നും പിരിക്കുന്ന അംശാദായവും കെട്ടിടം നിർമ്മിക്കുമ്പോഴുള്ള സെസ്സിൽ നിന്നുമാണ് ആനുകൂല്യങ്ങൾക്കുള്ള തുക കണ്ടെത്തുന്നത്. ഇതിനു പുറമെ പെൻഷനാകുന്ന തൊഴിലാളികൾക്ക് അടച്ച തുക അത്രയും തിരികെയും നൽകണം. അംശാദായം അടച്ചിട്ടും ആനുകൂല്യം ലഭിക്കാതെ എത്ര നാൾ കാത്തിരിക്കുമെന്നാണ് തൊഴിലാളികൾ ചോദിക്കുന്നത്. അടിയന്തരമായി ബോർഡ് നടപടി സ്വീകരിക്കണമെന്നും ഉടൻ തന്നെ കുടിശ്ശികയുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരത്തിലേക്ക് കടക്കുമെന്നും നേതൃത്വം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.